അൽഫോൻസാമ്മയുടെ നൊവേന നമ്മൾ തുടങ്ങിയിട്ട് 3-ാം ദിവസമാണ്. അമ്മയുടെ ശബ്ദത്തിലാണ് തന്നെ ജീവിതത്തിൻ്റെ ദിശയും ലക്ഷ്യവും ഒരിക്കൽ കൂടി നവീകരിക്കുവാനും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി സഭയിൽ അമ്മയെ അനുകരിച്ച് ഈശോയ്ക്ക് സേവനം ചെയ്യുവാനുമാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുക. കുടമാളും ജനിച്ചതായ ഒരു പെൺകുട്ടി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിത ശൈലിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയ്ക്കായിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ച് ഭരണകാലത്ത് മഠത്തിൽ വന്നു ചേർന്നു. ആ ജീവിതം നമുക്കറിയാം, വെറും 36 വർഷങ്ങൾ മാത്രമേ നീണ്ടു. ജോലിയൊക്കെ സമ്പാദിച്ച് 1 വർഷം ജോലി ചെയ്തെങ്കിലും പിന്നീട് ജോലി ചെയ്യാനായില്ല. ബാക്കിയുള്ള വർഷങ്ങൾ സഹനത്തിലും വേദനയിലും കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും കഴിഞ്ഞതായ ഒരു പെൺകുട്ടി. അവളുടെ യുവത്വം മുഴുവൻ വേദനയായിരുന്നു. ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ കർത്താവിനെ ശുശ്രൂഷിച്ച, സ്നേഹിച്ച, സഹജീവികളെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച ഒരു ധീരവനിതയായിരുന്നു. നമുക്കറിയാം, അമ്മയെ വിശുദ്ധിയുടെ അലങ്കാരം നൽകുവാൻ പ്രാപ്തമായത് എന്ന് പറയുന്നതായ ഒരു പൈതലിന്റെ വളഞ്ഞിരുന്നതായ കാലുകൾ സുഖപ്പെടുത്തിയിരുന്നതായ സത്യമാണ്. റോം സ്വീകരിച്ച് അമ്മയെ വിശുദ്ധിയുടെ ആ പടവിലേക്ക് കയറ്റിയിരുത്തിയത് നമുക്കെല്ലാം ദർശനമാകേണ്ടതാണ്, മാർഗമാകേണ്ടതാണ്. എങ്ങനെയാണ് സഹജീവികളെ സഹായിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹത്തിന്റെ വക്താക്കളാകേണ്ടത് എന്ന് അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. അമ്മയുടെ സൗഹൃദത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെ കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങ് വിശ്വസ്ത ദാസിയായ വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ട വരങ്ങളെ കുറിച്ച് ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൻസാമ്മയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തേണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ അൽഫോൻസാമ്മ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നുവെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ആ തിരുവചനങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുവാൻ അൽഫോൻസാമ്മയ്ക്ക് അനുഗ്രഹം നൽകിയതിനെ കുറിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് ഞങ്ങൾ ആരാധനാസ്തുതികൾ അർപ്പിക്കുന്നു. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയായി ഞങ്ങളിൽ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുകയും ഞങ്ങൾ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം അങ്ങേ വിശ്വസ്ത ദാസിയുടെ മധ്യസ്ഥത വഴി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗപിതാവാം
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ബാല്യം മുതൽ അന്യസാധാരണമായ ഹൃദയശുദ്ധതയോടെ ജീവിക്കുകയും മാമോദീസായി ലഭിച്ച വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്ത അൽഫോൻസാമയെ പോലെ ഞങ്ങളും ജീവിതാന്ത്യം വരെ പ്രസാദപരമാകുന്നതായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികതയുടെ ഉന്നത പടവുകൾ കയറിയ അൽഫോൻസാമയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥന അനുഭൂതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയോടുള്ള ആദരത്തെ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച വിശുദ്ധ അൽഫോൻസാമയെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് സേവനം ചെയ്ത് ദൈവസ്നേഹത്തിന്റെ മഹോന്നതമായ മാതൃകയായി തീർന്ന അൽഫോൻസാമയെ അനുകരിച്ച് പരസ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എളിമയും വിധേയത്വവും ജീവിതാദർശമായി സ്വീകരിച്ച് എല്ലാറ്റിലും അധികാരികൾക്ക് കീഴ്വഴങ്ങി ഉത്തമ സന്യാസിനിയായി ജീവിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവ് അനുസരണത്തിന്റെ മാതൃക ഞങ്ങളുടെ ഭവനത്തിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾക്കിടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിനമായ രോഗത്താൽ ക്ലേശം അനുഭവിച്ചുകൊണ്ടെങ്കിലും സുബോധത്തോടെ എന്റെ പാവനാത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ കൈയാളിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥന. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും. എന്നല്ല ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. ഈശോ മറിയമൗസ്യത്തെ നിങ്ങളുടെ പ്രത്യേക ഭക്തിയായ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് യോഗ്യരാക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങൾ അങ്ങ് വിശ്വസ്തദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
പക്ഷേ ഇതൊക്കെ ശാശ്വത പരിഹാരമാണോ? ഒരിക്കലുമല്ല. പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെ ഇപ്രകാരം കടന്നുപോയ ഒരു വിശുദ്ധ നമുക്കുണ്ട്, വിശുദ്ധ അൽഫോൻസ. ദൈവവിശ്വാസവും ദൈവസ്നേഹവും ഏറ്റവും തീക്ഷ്ണമായി നിലനിന്ന, നൂറുമേനി ഫലവും പുറപ്പെടുവിച്ച നല്ല നിലം. അത്ഭുതം തോന്നും ആ ജീവിതം കേട്ടാൽ. വെറും സാധാരണ ജീവിതത്തിലൂടെ അസാധാരണ സൗഭാഗ്യത്തിന് അർഹയായ അവളുടെ ജീവിതം സഹനത്തിന്റെ വഴികളായിരുന്നു. ഈ സഹനത്തെ അവൾ ആശീർവദിച്ചതോ ദൈവസ്നേഹം കൊണ്ടും. അതിലൂടെ അനേകർക്ക് അനുഗ്രഹമായി, അഭിഷേകമായി അവളുടെ ജീവിക്കുന്ന സാന്നിധ്യം. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ 3-ാം ദിവസം അവളുടെ ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. മിശിഹായുടെ സ്നേഹത്താൽ ഗ്രസിക്കപ്പെട്ട വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-17 വാക്യങ്ങളിൽ മിശിഹായുടെ പരിമളമായി തന്നെ കാണിച്ചു തരുന്നു. മിശിഹായുടെ എതിർവഴികളിൽ അവനെ ഇല്ലാതാക്കാൻ തീഷ്ണത പൂണ്ട സാവൂൾ ദമാസ്കസ് അനുഭവത്തിന് ശേഷം ദൈവസ്നേഹ അഗ്നിയിലൂടെ പ്രസരിപ്പിച്ചത് ഈശോ മിശിഹായുടെ പരിമളവും സുവിശേഷ സൗരഭ്യവുമാണ്. ആറ്റുതീരത്തെ പനിനീർച്ചെടി പോലെ, ദേവാലയത്തിലെ ദേവദാരു പോലെ, ദേവാലയാങ്കണത്തിലെ വിശുദ്ധ പതാക പോലെ ഈശോ മിശിഹായുടെ ജ്ഞാനപൂർണമായ സമർപ്പണ സൗരഭ്യം ലോകത്തിൽ അനർഘളമായി ഒഴുകിയ വിശുദ്ധ സാന്നിധ്യം. അതെ, അവൾ ജീവിതത്തിലും മരണത്തിലും സ്വർഗത്തിലും സഭയിലും മിശിഹായുടെ സൗരഭ്യമായി തീർന്നു. മിശിഹായിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ഈ വിശുദ്ധയെ പ്രതി ദൈവമേ അങ്ങേക്ക് സ്തുതി. ഈശോയുടെ സ്നേഹവും ഈശോയോടുള്ള സ്നേഹവും സമ്മേളിച്ചാൽ വ്യക്തി ജീവിതങ്ങൾ മിശിഹായുടെ പരിമളമാകും. അതിനുള്ള ഉത്തമ സാക്ഷ്യമായി നമ്മുടെ ഇടയിൽ നിലകൊള്ളുന്നു ഈ കൊച്ചു വിശുദ്ധ. ശരീരത്തിലും മനസ്സിലും സ്വർഗം കൊണ്ടു നടന്നവളുടെ ഭൗതിക അവശിഷ്ടത്തിങ്കൽ അനേകർ മുട്ടുകുത്തുന്നതിൻ്റെയും അവളുടെ ജീവിക്കുന്ന സാന്നിധ്യത്തെ അന്വേഷിച്ചെത്തുന്നതിൻ്റെയും പിന്നിലെ രഹസ്യം സ്നേഹത്താൽ തുടിക്കപ്പെട്ട സമർപ്പണത്തിന്റെ മനോഹാരിത തന്നെ. ഹൃദയങ്ങളുടെ മണവാളനായ ഈശോനാഥനോടുള്ള അദമ്യ സ്നേഹത്തിന്റെ തുടിപ്പുള്ള ഹൃദയമായിരുന്നു അൽഫോൻസാമയുടേത്. അവളുടെ ആത്മീയ വായനാ ഗ്രന്ഥമായിരുന്ന സ്നേഹനാഥൻ എന്ന കൃതിയിലെ ആധ്യാത്മിക ദർശനങ്ങൾ അവളുടെ ആത്മീയ ജീവിതത്തിന് ഈശോ മിശിഹായോട് മമത തിങ്ങിയ ഭാവം പകർന്നു. ആത്മമണവാളന്റെ നിത്യപ്രേയസിയായിരിക്കുവാനും അവന്റെ ഹൃദയത്തെ ഇമ്പകരമായി തുടിപ്പിക്കാനും ആ ഹൃദയത്തിന്റെ മാധുര്യമേറിയ തുടിപ്പിൽ സ്വജീവിതത്തെ സമർപ്പിക്കുവാനും അവൾ ശ്രമിച്ചു. തന്നെ അടിമുടി വിഴുങ്ങിയ സ്നേഹത്തോട് മറുതലിക്കുവാനുള്ള ഹൃദയശൂന്യത അവൾക്കില്ലായിരുന്നു. തനിക്കായി തുടിക്കുന്ന ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് തുടിക്കാനും ആ ഹൃദയത്തുടിപ്പിന്റെ താളവും നാദവും സഹനപാതയിലൂടെ ആശ്ലേഷിച്ചപ്പോൾ അൽഫോൻസാമ ജീവിക്കുന്ന മിശിഹായുടെ സജീവ പരിമളമായി. സഹനങ്ങളെ ദൈവസാന്നിധ്യത്തിന്റെ തീവ്ര നിമിഷങ്ങളായി കണ്ട അൽഫോൻസ സഹനം കിട്ടാതിരുന്ന ദിവസങ്ങളിൽ പരിതപിച്ചു. ഈശോയോട് കെറുവാണോ എന്ന് സംശയിച്ചു. ഇതുവരെയും സഹനങ്ങളെന്തേ നീ തന്നതില്ല, ഈ നിമിഷം ഇതുവരെയും സഹനങ്ങളെന്തേ നീ തന്നതില്ല. അൽഫോൻസാമ അവളുടെ ജീവിതത്തെ നാർദീൻ സുഗന്ധ തൈലം പോലെ കർത്തൃപാദങ്ങളിൽ വയ്ക്കുവാൻ വെമ്പൽ കൊണ്ടവളാണ്. അതിനെ ദൃഢപ്പെടുത്തുന്ന വചസ്സുകൾ അവളുടെ മൊഴികളിലുണ്ട്.
എൻ്റെ പേരപ്പ, ഈശോമിശിഹായുടെ 5 തിരുമുറിവുകളെ പ്രതി എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുതേ. അൽഫോൻസാമയുടെ ഈ യാചന കർത്താവിനോടുള്ള അവളുടെ പക്ഷത്തിൻ്റെയും അടുപ്പത്തിൻ്റെതുമാണ്. കർത്താവിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിയുവാനും കരുണീയമായി പ്രത്യുത്തരിക്കുവാനും അവൾ പ്രാപ്തിയായത് താൻ മിശിഹായുടെ പരിമളമാണെന്ന അവബോധമാണ്. അവളിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹത്തിൻ്റെ കരകവിയലായിരുന്നു വിശുദ്ധി നിറഞ്ഞ അവളുടെ ജീവിതം. തൻ്റെ രോഗങ്ങളെയും അതിനുള്ളിലെ സഹനത്തിൻ്റെ ഞെരുക്കങ്ങളെയും കൃപയോടെ സ്വീകരിക്കുവാൻ ഈ കന്യകയ്ക്ക് കഴിഞ്ഞത് തൻ്റെ മുന്നിൽ സദാ ദർശിച്ചിരുന്ന ദിവ്യമണവാളനോടുള്ള തീക്ഷ്ണമായ സ്നേഹമായിരുന്നു. അവനോടുള്ള സ്നേഹത്തെ പ്രതി മരിക്കുവാനും തയ്യാറായ അൽഫോൻസാമയ്ക്ക് തൻ്റെ ജീവിതത്തിലെ സകല ദുഃഖാരിഷ്ടതകളും തൻ്റെ ഉടയവനെ പ്രസാദിപ്പിക്കുവാനുള്ള വഴികളായി മാറി. വേദനയുടെ കാഠിന്യത്തിൽ, ഉറക്കമില്ലാത്ത രാത്രികളിൽ തൻ്റെ ഈശോയെ സ്നേഹിച്ച ഈ കൊച്ചു വിശുദ്ധ നമ്മുടെ ജീവിത വഴികളിൽ വിളക്കായി തീരട്ടെ. പരാതികളുടെയും പിറുപിറുപ്പുകളുടെയും അസ്വസ്ഥതകളുടെയും ജീവിത പന്ഥാവിൽ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. ജീവിതത്തിൽ കടന്നുവരുന്ന ഏതൊരനുഭവത്തെയും നമ്മുടെ കർത്താവിൻ്റെ സന്തോഷത്തിനായി സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കൊളുത്തി ആ അഗ്നിയിൽ ലോകം മുഴുവനെയും ചേർത്ത് വയ്ക്കാൻ നമുക്കാകട്ടെ.